Hello everyone, welcome back to DEEs Kitchen. എല്ലാവർക്കും DEEs Kitchen പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. ആട്ട കൊണ്ട് ഉള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാം. നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ഡിലീഷ്യസ് ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ആട്ടപ്പൊടിയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒത്തിരി വേണ്ട, കുറച്ച് ഉപ്പിടുക. അതുപോലെ തന്നെ ഒരു നുള്ള ജീരകം ഇട്ട് കൊടുക്കുക. മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് തൈര് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒത്തിരി വേണ്ട, ഒരു സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. റവ 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ, ഇത്തിരി വെള്ളം പാടില്ല, തണുത്ത വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക, മിക്സ് ചെയ്ത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒരു ബൗളിൽ വെച്ചിട്ട് ഒരു നനഞ്ഞ തുണിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മൂടി വെക്കണം. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് അരമണിക്കൂർ ഒരു സൈഡിൽ മാറ്റി വയ്ക്കുക. ഓക്കെ, നമ്മുടെ ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു പാന് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഒരു ചെറിയ പീസ് ഗാർലിക്ക്, ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ഇങ്ങനെ കണ്ടിച്ച് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിന്ന് ചിക്കൻ ബ്രസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സ്നാക്സിന് എന്ത് ഫില്ലിങ് ഉപയോഗിക്കാം. ഞാനിന്ന് ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, സ്ട്രിപ്സായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി അതുകൂടെ കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ്, പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ ആട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മുടെ ആട്ട ഇപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറിയ നാരങ്ങയുടെ ഒക്കെ വലുപ്പത്തിൽ നമുക്കൊരു പോർഷൻ ചെയ്യാം, ചെറുതാക്കിയതുപോലെ. ഈ സൈസിൽ. ഓക്കെ, നമ്മളിതെല്ലാം നന്നായിട്ട് ചെറിയ പോർഷനാക്കി ഉരുട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ഇച്ചിരി പൊടിയിട്ടിട്ട് ഓക്കെ. അപ്പോൾ ഇതെന്നിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ആദ്യം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ബാക്കി 5 എണ്ണം വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് നമുക്കതൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല റൗണ്ടിൽ. ഇതുപോലെ എന്തെങ്കിലും കട്ടർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസിൻ്റെ സൈഡ് കൊണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ട് ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, നമുക്കതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിതെല്ലാം പരത്തി കഴിഞ്ഞു. ഇത് ചെറിയ റൗണ്ടായിട്ട് പരത്തി. അതുകൂടാതെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ സാധാരണ വലുതായിട്ട് പരത്തി.
ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് എല്ലാം അതിലൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ. ഇത് നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന കുറച്ച് ആടിൻ്റെ കരളാണ്, ലിവർ. ഇത് നമുക്ക് ഉപയോഗിക്കാം, എന്ത് വേണേലും നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ചപ്പാത്തി പോലെ നമ്മൾ പരത്തിയിലേക്ക് കുറച്ച് ഫില്ലിങ്സ് നടുക്കിങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ എന്ത് വേണേലും നമുക്ക് ബീഫ് ഒലത്തിയത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ, ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ, ബാക്കി ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കണ്ടിച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടുക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ രണ്ട് സൈഡ് ഇങ്ങനെ പതുക്കി ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ റൗണ്ട് ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ടാണ് കുട്ടികൾക്ക് അതിൽ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതിനകത്ത് ചീസോ എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഈ സൈഡ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഫോർക്കും കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇതുപോലെ ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ആ ലിവർ വയ്ക്കാം. വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ഫോർക്കിൻ്റെ സൈഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് എഡ്ജിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. റെഡി. ഇതാണ് നമുക്കിതുപോലെ എല്ലാ ഫില്ലിങ്സും നമുക്കൊന്ന് ചെയ്തെടുക്കാം. എന്നാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് തോരനകത്തേക്ക് കുറച്ച് എഗ്ഗ് ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഓംലേറ്റ് ആക്കിയിട്ട് അടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇച്ചിരി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. റെഡി. ഇതെല്ലാം നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിതെല്ലാം ഇപ്പം നന്നായിട്ട് കണ്ടോ ഫില്ലിംഗ് എല്ലാം ചെയ്തു വെച്ചു. ചെറിയ രീതിയിലും ചെയ്തു, അതുപോലെ പാർസൽ രൂപത്തിലും ചെയ്തു. ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ ഒത്തിരി ചൂട് പാടില്ല, ഒരു മീഡിയം ഹീറ്റാണ് പാടുള്ളൂ. ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട്. ഇത് പെട്ടെന്ന് കുക്കാവും, കാരണം നമ്മൾ ഈ ആട്ട വളരെ തിന്നായിട്ടാണ് പരത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 2 മിനിറ്റ് വീതം ഓരോ സൈഡും ചെയ്താൽ മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് ഒത്തിരി പാടില്ല. ഒരു മീഡിയം ഹീറ്റിൽ നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് കളറായി. എനിക്കിത് കാണാൻ നല്ല ക്രിസ്പിയായി. നമുക്കിതെടുത്ത് മാറ്റാം. ഇനി നമുക്കിതും ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് എന്ത് ഫില്ലിങ് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് ഇറച്ചി കറി ബാക്കി ഉണ്ടെങ്കിൽ അത് നമുക്ക് ചോപ്പ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്യാം. ബീഫ് ഫ്രൈ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. ഓക്കെ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് കാണാം നല്ല ക്രിസ്പിയാണ്. ഇതാ ചിക്കൻ നമ്മളുണ്ടാക്കിയത് ഉണ്ടോ. ഇതാണ് നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്ക്. നല്ല ക്രിസ്പിയാണ്. വാവ്, ഇത് ക്യാബേജിൻ്റെ നമ്മളുണ്ടാക്കിയത്. വേറെ ഒന്നും എടുക്കാം. ഇതിനകത്ത് ആടിൻ്റെ കരളും ചിക്കനും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. നമുക്ക് ഉണ്ടോ, സൂപ്പറാണ് ചിക്കൻ്റെ.
നമ്മളിങ്ങനെ ഇച്ചിരി സ്വീറ്റ് ചില്ലി സോസിലോ ഒക്കെ മുക്കി കഴിക്കാം. സൂപ്പർ, അടിപൊളി. കിഡ്സ് എങ്ങനെയുണ്ട്? ഹൗ ഇസ് ഇറ്റ്? ടേസ്റ്റി?